ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ 4 നക്ഷത്രക്കാർ ഇത്രയും ചെയ്താൽ മതി, പണം വാരും, സാമ്പത്തികമായിട്ട് വലിയ ഉന്നതിയിലേക്ക് വരും. അപ്പോൾ അത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഉറപ്പാണ് ശരിയായിട്ട് ചെയ്തവരെല്ലാം 10 രൂപ തികച്ചെടുക്കാനില്ലാത്തവർ പോലും സ്വന്തമായിട്ട് വലിയ സാമ്പത്തിക ഉന്നതി ഉണ്ടാക്കിയവരുണ്ട്. അപ്പോൾ ഇത് ഈ 4 നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും അവർ രക്ഷപ്പെട്ടിരിക്കും, സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ആ 4 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ആ നക്ഷത്രക്കാർ ഇപ്പം നിങ്ങൾ അതിലൊരു നക്ഷത്രമാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മറ്റ് ആരെങ്കിലും ഈ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ വലിയ മാറ്റം വരും. ഞാനീ പറയുന്നത് DNA അസ്ട്രോളജിയെ ബേസ് ചെയ്തതാണ്. അതായത് തമിഴ് സിദ്ധ ജ്യോതിഷമാണ്, സിദ്ധന്മാർ ഉപയോഗിക്കുന്ന ജ്യോതിഷമാണ് DNA അസ്ട്രോളജി. അത് ബേസ് ചെയ്താണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ നിങ്ങളിത് പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ വരും. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എല്ലാവർക്കും മെസ്സേജ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. മാത്രമല്ല, ഫ്രീ ആകുമ്പോൾ പറ്റുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം ഞാൻ ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ എന്ന് കരുതി മെസ്സേജ് ഇടുന്ന എല്ലാവരുടെയും എനിക്ക് നോക്കാനോ മറുപടി തരാനോ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ അതിനർത്ഥമില്ല. പറ്റുന്നവർക്ക് എൻ്റെ സമയം അനുസരിച്ച്, ഫ്രീ ആകുന്നതനുസരിച്ച്. അപ്പോൾ അതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വാട്സപ്പിൽ തന്നെ വർക്കിൽ സമയത്തിന് തീരുന്നില്ല. ഇതാണ് സാഹചര്യം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. വാട്സപ്പ് ഇടാമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും വാട്സപ്പ് ഇട്ടാൽ നോക്കാൻ പറ്റുമെന്നോ റിപ്ലൈ തരാൻ പറ്റുമെന്നോ അല്ല എൻ്റെ അർത്ഥം. എൻ്റെ സമയം അനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയും അത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതിലെ പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പോഴീ 4 നക്ഷത്രക്കാർ കാർത്തിക, മൂലം, പൂരം, രേവതി. ഈ നക്ഷത്രക്കാർ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു നക്ഷത്രമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതിലേതെങ്കിലും നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിലും മതി. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കാർത്തിക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒന്നുകൂടി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് റിലേഷനുള്ള കുടുംബത്തിലോ. അതാണ് DNA അസ്ട്രോളജിയുടെ ഒരു പ്രത്യേകത. അതാണ് ഇത് ഒരു പാരമ്പര്യ ജ്യോതിഷത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കർമാസിനെ ബേസ് ചെയ്തുള്ള ഇതാണ്. തമിഴ് സിദ്ധന്മാരുടെ ഒരു ജ്യോതിഷമാണ് ഇത്. കാർത്തിക, മൂലം, പൂരം, രേവതി ഈ നക്ഷത്രക്കാർ ചൊവ്വ കർമ്മയാണ്. അതായത് ചൊവ്വ കർമ്മയുള്ളതായിട്ടാണ് ഇതിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇത് നമ്മുടെ പാരമ്പര്യ ജ്യോതിഷമായിട്ട് അല്പം വ്യത്യാസമുണ്ട്. ചൊവ്വാദശ എന്നൊന്നുമല്ല, കർമ്മ ഇവിടെ ചൊവ്വ കർമ്മയുള്ളവരായിട്ടാണ്. മാത്രമല്ല അതിനോടൊപ്പം വ്യാഴകർമ്മയും ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ഒരാൾ മൂല നക്ഷത്രക്കാരുണ്ട്, വേറൊരു പൂരമോ അല്ലെങ്കിൽ രേവതിയോ കാർത്തികയോ ആ കുടുംബത്തിൽ തന്നെയോ അല്ലെങ്കിൽ അടുത്ത ബ്ലഡ് റിലേഷനിലോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. മിക്കവാറും സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതാണ് സിദ്ധന്മാരുടെ തമിഴ് സിദ്ധ ജ്യോതിഷം. അപ്പോൾ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. ചെയ്തവരെല്ലാം സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഞാനൊരു ശിവയോഗിയാണ്, എപ്പോഴും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പം ഞാൻ എന്നുവരെ ഇപ്പം വീഡിയോ ഇടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഭഗവാനിലേക്കൊരു ഒരു സമാധി പോലെ ആ ലയം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ചിലപ്പം ഇതുപോലെ അറിവുകൾ പറഞ്ഞു തരണമെന്നില്ല. അതുകൊണ്ട് ഉള്ളതൊക്കെ അങ്ങ് തരികയാണ്, ഒന്നും ബാക്കി വെക്കുന്നില്ല. ഞാൻ ആ നിലയിൽ പറഞ്ഞു തരുന്നത് രക്ഷപ്പെടേണ്ടവർ പെട്ടോണം. ഉറപ്പാണിത് ചെയ്യുന്നവർ രക്ഷപ്പെടും. അപ്പം ഈ നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒന്നോ അല്ല ഈ നക്ഷത്രത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിൽ അനുഭവം ഉണ്ടോ എന്ന് നോക്കുക. സാമ്പത്തികമായിട്ട് തൊഴിൽ കാണും, തൊഴിൽ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു ലെവലിൽ കൂടുതൽ ഒരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് വരത്തില്ല. മിക്കവാറും ലോൺസ്, ലയബിലിറ്റീസ്, അല്ലെങ്കിൽ കിട്ടുന്ന മുഴുവൻ ചിട്ടി പാട്ടം, അയൽക്കൂട്ടം ചിട്ടി, അല്ലെ ആ ചിട്ടി ഈ ചിട്ടി, അല്ലെ ലോൺസ് അടഞ്ഞു പോകും. ഒരു ലെവലിൽ കൂടുതൽ ഒരു സാമ്പത്തികത്തിലേക്ക് പോകാൻ തടസ്സമുണ്ട്. ഇനിയും അതുപോലെ തന്നെ എന്ത് തൊഴിൽ ചെയ്താലും ഇവർക്കൊരു തൊഴിൽ സംതൃപ്തിക്ക് തടസ്സമുണ്ട്. സംതൃപ്തി കുറവായിരിക്കും. തൊഴിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു സംതൃപ്തി കുറവായിരിക്കും എപ്പോഴും. പിന്നെ വീട്ടിൽ അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക തട്ടിപ്പിന് ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. തൊഴിൽ ഉയർച്ചയ്ക്ക് എപ്പോഴും ഒരു പ്രതിസന്ധിയുണ്ട്, ഒരു തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു പറഞ്ഞു വെച്ച ഒരു കാര്യം പോലും ജീവിതത്തിൽ കിട്ടാൻ തടസ്സമുണ്ടാകും. വീടും സ്ഥലവും വിൽക്കേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലും സംജാതമാകാം. എല്ലാവർക്കുമല്ല, ചിലർക്കെങ്കിലും ഈ അനുഭവങ്ങൾ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത്, തട്ടിപ്പുകളിൽ ചെന്ന് ചാടാൻ ശ്രദ്ധിക്കണം. അത് സാമ്പത്തിക തട്ടിപ്പുകളായിരിക്കാം, തൊഴിൽ തട്ടിപ്പുകളായിരിക്കാം. ഇതൊക്കെ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. പിന്നെ മിക്കവാറും ഒരു വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങളെ, ഒരു വഴക്കുകളെ, കാര്യങ്ങളെ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ വിവാഹം വരെ അടുത്ത് വന്നാലും ചിലപ്പോൾ അത് മാറിപ്പോകാം. അപ്പോൾ അതിനുള്ള പരിഹാരം ഞാൻ എല്ലാത്തിനും പറയുന്നുണ്ട്. ഇനി തൊഴിലാണേലും ഇവർക്കൊരു ഉയർച്ചയ്ക്കുള്ള തൊഴിലിനുള്ള കാര്യം വരുമ്പോൾ ചിലപ്പോൾ അത് ആ സമയത്ത് വേറെ എന്തെങ്കിലും ഒരു തടസ്സം വരും. പിന്നെ ഒരു വീട് ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ തടസ്സം ഉണ്ടാകാം. അഥവാ ഒരു വീട് ഉണ്ടായാൽ തന്നെയും സാമ്പത്തികമായിട്ട് ഒരു വലിയ പ്രതിസന്ധികളിലേക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളിലേക്കോ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതൊരു കാര്യത്തിനും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരവസ്ഥ. അതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല, എങ്കിൽ പോലും ഇത് പലർക്കും ആവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ചില ആളുകളുടെ ഗ്രഹനില പരിശോധിക്കുമ്പം, അതായത് ഈ ഒരു വീട്ടിൽ 2 പൂരം ഉണ്ടെന്ന് വിചാരിക്കുക, ഈ ഒരു എഫക്റ്റ് കൂടിയിരിക്കും. 2 കാർത്തിക, അല്ലെ 2 മൂലം, അല്ലെ 2 രേവതി, അല്ലെ കാർത്തിക മൂലവും കൂടെ, അല്ലെ മൂലവും പൂരവും കൂടെ, അല്ലെ പൂരവും രേവതിയും കൂടെ, ഒന്നുകിൽ ഇതിൽ ഏതെങ്കിലും 2 നാളുകൾ വരിക, അല്ലെങ്കിൽ ഒരു നാൾ തന്നെ 2 പേർക്ക് വരിക. ഇങ്ങനെയൊക്കെ അനുഭവങ്ങളാകുമ്പോൾ പല വിധത്തിലുള്ള ഇത്തരം അനുഭവങ്ങൾ അല്പം ചിലപ്പോൾ കൂടിയിരിക്കാം. മാത്രമല്ല ഈ നാളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പഠിക്കുന്ന സമയത്ത് തന്നെ വരുമാന മാർഗം കുടുംബത്തിൽ ചിലപ്പോൾ തടസ്സപ്പെടും. ഒന്നുകിൽ അച്ഛൻ അസുഖം, അല്ലെങ്കിൽ അച്ഛന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അച്ഛനോ അമ്മയിൽ നിന്നുള്ള വരുമാനങ്ങൾ ഇവർ തന്നെ തൊഴിലിന് ഇറങ്ങേണ്ടതായി വരികയും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പല ആളുകളുടെയും പരിശോധിച്ചതിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്തവരെല്ലാം, അതായത് പല തൊഴിലുകൾ ചെയ്ത് രക്ഷപ്പെടാഞ്ഞ് ഒരുപാട് ഒരു 2-3 വർഷങ്ങൾ ഒരു രൂപ പോലും വരുമാനമില്ലാതെ ഓഫീസ് ഇട്ടിട്ട് അവിടെ ഇരുന്നവരുണ്ട് സ്വന്തമായിട്ട്. അങ്ങനെ നശിച്ച് ഒരു വഴിയായവരെയും ഞാൻ ഇനി താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോകാനില്ല, എനിക്ക് ആരോടും വിരോധമില്ല, എല്ലാവരോടും സ്നേഹമുള്ളൂ. ശിവൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, അൻപാണ്, അൻപേ ശിവമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നൽകാവുന്ന കാര്യം നൽകിയിട്ട് ഞാൻ പോവുകയാണ്. അത് ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. നമ്പർ 1, കാരണം ഞാൻ പറഞ്ഞ് ചെയ്തവരെല്ലാം ചെയ്ത് ഉയർന്നു വന്നിട്ടുണ്ട്, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം. ഇപ്പോഴും ഒരാൾ അവരുടെ അനുഭവം എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എല്ലാവരും കൂടെ പറഞ്ഞു കൊടുത്തേക്കാണ്. ഒരു പൂരം നക്ഷത്ര ജാതകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതം ഒരുപാട് മാറിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ മാറ്റങ്ങളിലേക്ക് വന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാവർക്കും കൂടെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചില രഹസ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ അതുപോലെ എത്രയോ ആളുകൾ. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഒരു പ്രചോദനം ഉണ്ടായത് ഇപ്പോഴൊരാൾ അവരുടെ അനുഭവം എന്നോട് പറഞ്ഞപ്പോഴാണ്. എനിക്ക് എന്നാൽ അത് പറഞ്ഞു കൊടുത്തേക്കാം. ആ നിലയിൽ പറഞ്ഞു തരുന്നതാണ്. നമ്പർ 1, നിങ്ങൾ കൃഷ്ണനെ വഴിപാട് ചെയ്യണം. ഉറപ്പാ. എന്തു ചെയ്യണം? ഞാൻ പറയുന്ന കാര്യം ചെയ്യണം, ഞാൻ പറയുന്ന സമയത്ത് ചെയ്യണം, കൂടുതലൊന്നും വേണ്ട. ചെയ്തു നോക്കുക. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യം ഞാൻ പറയത്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനും വ്യാഴാഴ്ച ദിവസം കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ, അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങളൊരു അവൽക്കിഴി സമർപ്പിക്കുക. ഭഗവാനെ, എനിക്ക് സാമ്പത്തികം നൽകണേ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് 3 തവണ പറയുക. വേറൊന്നും പറയണ്ട. എനിക്ക് ലോണുണ്ട്, എനിക്ക് കടമുണ്ട്, എനിക്ക് വീട് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം, ഒന്നും പറയണ്ട. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഭഗവാനെ 3 തവണ പറയുക. ഇനിയിപ്പോൾ ഒരു വീട്, അത് എത്ര ശ്രമിച്ചാലും നടക്കുന്നില്ലേ, വീടിൻ്റെ കാര്യം പറയാം, തൊഴിൽ പറയാം, സാമ്പത്തികം പറയാം, അതിലൊന്നും കുഴപ്പമില്ല. എന്ത് പറഞ്ഞാലും അവസാനം 3 തവണ പറയുക, എന്നെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ 3 തവണ വാഗുകൊണ്ട് പറയുക. നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ. ഇത് വ്യാഴാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. മതി, കൂടുതലൊന്നും ചെയ്യണ്ട. ഈ പറയുന്ന പോലെ ചെയ്താൽ മതി. ചെറിയൊരു അവൽക്കിഴി വ്യാഴാഴ്ച. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം? കടയിൽ പോയി, ജൗളിക്കടയിൽ പോയി മഞ്ഞപ്പട്ട് മേടിക്കണം. മേടിച്ച് ഒരു മീറ്ററോ വല്ല മേടിക്കാം. എന്നിട്ട് നിങ്ങളൊരു ചെറുതായിട്ട് കട്ട് ചെയ്യണം ചതുരത്തിൽ. എന്നിട്ട് ഒരു അല്പം അവലിന് വേണ്ടിയുള്ള മാത്രം വലിപ്പത്തിൽ കട്ട് ചെയ്ത് അത് 4 മൂലയും കൂട്ടി കിഴിയാക്കി കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പല വ്യാഴാഴ്ചയും കൊടുക്കാൻ പറ്റും. തീരുമ്പം പിന്നെ നിങ്ങൾ ഈ മഞ്ഞപ്പട്ട് മേടിച്ചാൽ മതി. കൃത്യമാണ്. ഇതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. ഞാനീ പറയുന്ന DNA അസ്ട്രോളജി ബേസ് ചെയ്താണ്. ഈ 4 നക്ഷത്രങ്ങൾക്കും ചൊവ്വാകർമ്മയുണ്ട്, അതുപോലെ വ്യാഴകർമ്മയുണ്ട്. അപ്പം അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു, ചില ഈ കർമ്മരഹസ്യങ്ങളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അതും ഇതൊന്നും ചെയ്താൽ ജീവിതം മാറത്തില്ല. കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. നമ്പർ 2, ഭദ്രകാളി. അതെനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. കാരണം ഭദ്രകാളിക്ക് ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞവർ എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭദ്രകാളിക്ക് വേറെ നക്ഷത്രക്കാർക്കും ചെയ്യാം, എന്നാലും ഈ നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും ചെയ്യണം. വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം. ഇപ്പം കൃഷ്ണക്ഷേത്രത്തിൽ പറഞ്ഞ അവലിൻ്റെ കാര്യമാണെങ്കിലും രാവിലെ 6-നും 6:30-ക്കും ഇടയ്ക്ക് ചെയ്യണം കേട്ടോ. അതുകൊണ്ടേ കാര്യമുള്ളൂ. ഇനിയും രാവിലെ ചെയ്യാൻ പറ്റാത്തവർ വൈകിട്ട് ചെയ്താലും ഫലം ഉണ്ടാകും. കൃഷ്ണന് അവൽ കേട്ടോ, അതിൻ്റെ സംശയമില്ല. കാരണം അങ്ങനെ ചെയ്താലും ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇനി ഭദ്രകാളിക്ക് രാവിലെ തന്നെ ചെയ്യുക. രാവിലെ 6-നും 6:30-ക്കും ഇടയ്ക്ക്. ഇപ്പം ഈ 4 നക്ഷത്രത്തിൽപ്പെട്ട ആളുകളും അവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളും ഈ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രദർശനം നടത്തിയാൽ ഫലമുണ്ടാകും. ഒരു 6-നും 6:30-ക്കും ഇടയ്ക്ക് അമ്മയ്ക്ക് കടുംബായുസം ചെമ്പരത്തിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മ, എന്നെ രക്ഷപ്പെടുത്തണേ 3 തവണ പറയുക. കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ട് നടത്തുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഇത് വെള്ളിയാഴ്ചകളിൽ ആവർത്തിക്കണം. കൃത്യം ചെയ്തവരുടെ ജീവിതം എല്ലാം മാറിയിട്ടുണ്ട്. സാമ്പത്തികം അതുപോലെ വന്നിട്ടുണ്ട്. ഏത് വഴിപാടാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്, മറന്നേക്കണം. ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ് അത് ഫലം കിട്ടത്തില്ല. ചെയ്യുക, മറക്കുക. പറഞ്ഞാൽ മനസ്സിലായോ? പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഞാൻ വിശ്വാസത്തോടെ ചെയ്തത് എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അതല്ല വിശ്വാസം. ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന വിശ്വാസം. നമ്പർ 2 ആയോ? ലളിതമായ കാര്യമാണ്. നമ്പർ 3, നിങ്ങൾ കൃഷ്ണന് വ്യാഴാഴ്ച ഒരു കൈ ചില്ലറ സമർപ്പിക്കുക. ഭഗവാനെ, എന്നെ രക്ഷപ്പെടുത്തണം. ഒരു കൈ ചില്ലറ ഉള്ള പോലെ ഇത് സമർപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ശ്രീകോവിലോട്ട് നോക്കണ്ട. മിണ്ടാതെ ഉരിയാടാതെ ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. അവസാനം ചെയ്യുക. ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. പിന്നെ വ്യാഴാഴ്ച അന്നദാനം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ എവിടെയാണേലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്യുക. ഉറപ്പാ. അതായത് 3 വർഷം പണിയൊന്നുമില്ലാതെ സ്വന്തം ഓഫീസിട്ട് നശിച്ച് ഒരു പരുവായവരെ ഞാൻ ഈ കാര്യം പറഞ്ഞു. അതൊരു മൂലനക്ഷത്രക്കാരനാണ്. അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ചില കണക്കൂട്ടലുകളുണ്ട്. ഞാൻ ഈ കർമ്മ ബേസിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് കാശ് വാരുക. പുള്ളിയുടെ അക്കൗണ്ടൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു. അതുപോലെ പുള്ളിക്ക് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായി പറയുന്നത് വ്യാഴാഴ്ച അന്നദാനം കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുക.
അല്ലെങ്കിൽ വ്യാഴാഴ്ച ആർക്കാണെങ്കിലും അന്നദാനം ചെയ്യാം. ക്ഷേത്രത്തിലല്ലേ പോലും ഒരു വിശക്കുന്നവനോ അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിലോ നമ്മളെ പറ്റിക്കരുത്. ഇപ്പോൾ അനാഥാലയത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതെന്ന് ബോധ്യമുള്ളിടത്തേ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ പൈസ കൊടുത്തിട്ട് അതൊരു ബിസിനസ് രീതിയിലുള്ളിടത്തൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ വിശക്കുന്നവൻ ആഹാരം മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച അന്നദാനം ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ ഒരു വീതം കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുക. ഉറപ്പാണ് രക്ഷപ്പെട്ടിരിക്കും. ഒരു സംശയം വേണ്ട അതിനകത്ത്. കാരണം അത് കൃത്യമായിട്ട് 2-3 അന്നദാനം ഞാൻ പറഞ്ഞ മൂലനക്ഷത്രക്കാരൻ ചെയ്തു. ഇന്ന് പണം കൊണ്ട് ആറാടുക എന്ന് വെച്ചാൽ പണം വാരുക കൃത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുറേ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ലളിതമായ കാര്യങ്ങൾ, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്പർ 4, നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ ആറാട്ട് കണ്ടു തോന്നണം. കൃത്യമായി ജീവിതം മാറിയിരിക്കും. 1 രൂപ എടുക്കാനില്ലാത്തവനും രക്ഷപ്പെട്ടിരിക്കും. കാർത്തിക, മൂലം, പൂരം, രേവതി. മറ്റുള്ളവർക്കും ചെയ്യാം കേട്ടോ, നല്ലത് തന്നെയാണ്. പക്ഷേ ഞാനിപ്പം ഈ നാളുകാർ നിർബന്ധമായിട്ട് ചെയ്യണം, അതാണ് ഉദ്ദേശിച്ചത്. അമ്മയെ ആറാടിക്കുന്ന കണ്ടു തൊഴണം. അല്ലാതെ നമ്മളിപ്പോൾ ഘോഷയാത്ര പങ്കെടുക്കുന്നതൊക്കെ നല്ലത് തന്നെ, അതിലല്ല കാര്യം. അമ്മയെ ആറാടിക്കുന്ന കണ്ട് തൊഴുത് അമ്മയെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് 3 തവണ പ്രാർത്ഥിക്കണം. അവിടെ ആ ജീവിതം മാറുന്ന. നമ്മൾ ഘോഷയാത്രയിലൂടെ നടക്കുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ അവിടെ അല്ല അതിൻ്റെ കാര്യം കിടക്കുന്നത്. അതൊക്കെ നല്ല കാര്യം. അമ്മയെ ആറാടിക്കുന്ന കണ്ട് തൊഴുത് 3 പ്രാവശ്യം അമ്മയെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയണം. അടുത്ത കൊല്ലം ഈ ഉത്സവത്തിൻ്റെ സമയമാകുമ്പോഴത്തേനും നിങ്ങൾ മാറിയിരിക്കും. വിശ്വാസത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ അമ്മയെ വിശ്വാസം വേണം. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ടായി പറയുന്നത്. പിന്നെ കുടുംബദേവത, നിങ്ങളുടെ കുടുംബദേവത അറിയാമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകണം. അത് അച്ഛൻ്റെയോ അമ്മയുടെയോ പോകാം, അതിനകത്ത് തെറ്റില്ല. പോയി അവിടെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ, ഇനി ഒന്നും വലിയ സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റില്ല പോലും നിങ്ങൾ പോയി തൊഴണം. മാസത്തിൽ 1 ദിവസം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ. അത് വെള്ളിയാഴ്ചയൊക്കെയാണ് നല്ലത്. അതിന് അല്ലെ കുടുംബക്ഷേത്രത്തിൽ എന്നും പൂജയില്ലേ പൂജയുള്ള ദിവസം പോവുക, അല്ലെങ്കിൽ ഇന്നും പൂജകളുള്ളതാണ് വെള്ളിയാഴ്ച പോവുക. കൂടുതൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ, എണ്ണ, മാല, അർച്ചന, ഇഷ്ടനിവേദ്യം ഒക്കെ സാധിക്കുന്ന പോലെ ചെയ്യുക. 1 കൈ ചില്ലറയും കൂടെ സമർപ്പിക്കുക. ചില്ലറ സമർപ്പിക്കുന്നത് ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പേ ചെയ്യാവുള്ളൂ. അത് സമർപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ വിഗ്രഹത്തിലോട്ട് നോക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട, തിരിഞ്ഞു നടക്കാൻ മിണ്ടാവുരിയാണത്. ഇനി അതേക്കുറിച്ച് ചിന്തിക്കണ്ട, രഹസ്യവിദ്യയാണ്. ഞാൻ പറഞ്ഞല്ലോ, പറയുന്ന രീതി ചെയ്യണം, എന്നാലേ അത് ഗുണമുണ്ടാകത്തുള്ളൂ. അങ്ങനെ ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, ശരിയായിട്ട് ചെയ്തവർക്കല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഗുരു. രാവിലെ എഴുന്നേറ്റ് ഈ 4 എല്ലാ നക്ഷത്രക്കാരും ചെയ്യുന്ന നല്ലതാണ്. പക്ഷേ ഈ 4 നക്ഷത്രക്കാർ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം. ഇത് വടക്കോട്ട് നോക്കിയെന്നും ജപിക്കണം, കിഴക്കോട്ട് നോക്കിയെന്നും ജപിക്കണം. കുളി കഴിഞ്ഞ ഉടനെ കുളിമുറയെന്ന് ചെയ്യാം. ഉറപ്പാണ് ജീവിതം മാറ്റം വരും. സാധിക്കുന്ന വ്യാഴാഴ്ചകളിൽ ഏതെങ്കിലും ഗുരു സമാധികളിൽ പോയി നെയ്വിളക്ക് അല്ലെങ്കിൽ നെയ്യ്, എണ്ണ, എണ്ണ, കർപ്പൂരം, ദക്ഷിണ ഇതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പം നിങ്ങളൊരു കടയിൽ നിൽക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ലോണെല്ലാം എടുത്ത് ജീവിതം വലിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. പക്ഷെ ഞാനീ പറഞ്ഞ കാര്യം ഗുരുവിന് ചെയ്ത് സ്വന്തം നിലയിൽ തൊഴിൽ ചെയ്ത് സാമ്പത്തികം ഉണ്ടാക്കിയവരുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തന്ന രക്ഷപ്പെടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം, അപ്പോഴേ രക്ഷപ്പെടത്തുള്ളൂ. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുന്നു. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ 2 രീതിയിൽ കളിക്കാം. നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇപ്പോൾ ഫുട്ബോൾ ആയിക്കോട്ടെ, ഏത് കളികളും ആയിക്കോട്ടെ, നമ്മളതിന് ജയിക്കട്ടെ എന്ന് വെച്ച് കളിക്കാം. പക്ഷെ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു കളിയുണ്ട്, അത് വേറൊരു കളിയാണ്. അത് ചിലർക്കറിയാം, അവർ ജീവിതത്തിൽ ഒരുപാട് നേട്ടം ഉണ്ടാകും. അതൊരു ഫുട്ബോൾ അല്ലെങ്കിൽ കളിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജീവിതത്തിൽ നേടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് എല്ലാ വഴിപാടുകളും ആദ്യം വരത്തില്ല. അതിനുള്ള കാര്യം പറഞ്ഞത് ജീവിതത്തിൽ നേടാൻ വേണ്ടി അതിന് ചില കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതാണ് ഈ പറഞ്ഞത്. ഇനിയും നീല വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ്. പിന്നെ മറ്റുള്ളവരെ ദൂഷിക്കരുത്, അത് വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരെ ജോലിക്ക് പാര വെക്കുക, മറ്റുള്ളവരെ കാണുമ്പോൾ എപ്പോഴും പുച്ഛം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അത് കർമ്മദോഷം ഇരട്ടിപ്പിക്കും. അപ്പോൾ നമ്മൾക്ക് ആരോടും വിരോധമില്ല എന്ന് ഏതൊരു വ്യക്തിയെ കാണുമ്പോൾ മനസ്സിൽ പറയുക. പെട്ടെന്ന് ജീവിതം മാറും. എഴുതി വെച്ചു. പെട്ടെന്ന് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, ഉയർച്ചകളൊക്കെ ജീവിതത്തിൽ വരും. അല്ലെങ്കിൽ മറ്റേ കർമ്മദോഷങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കർമ്മയെ ബേസ് ചെയ്തായി പറയുന്നത്.
പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അശരണരെ സഹായിക്കുന്നതാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകാൻ പറ്റും. അത് ഈ ശനിയാഴ്ച അശരണർ നിങ്ങളെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ചൊവ്വാകർമ്മയുള്ളവർ, ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു, പ്രായമുള്ള ഒരാളാണ്, നിങ്ങൾ കയ്യെ പിടിച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് വൃത്തിയാക്കുന്നു. ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ വണ്ടി ഒരു കയറ്റത്തിന് അവിടെ കിടക്കുന്നു, നമ്മളോട് ചോദിക്കുന്നു ഹെൽപ്പ് ചെയ്യാമോ, തള്ളി സഹായിക്കുക. ശാരീരികമായും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ചൊവ്വാകർമ്മ ന്യൂട്രലൈസ് ആവും. അതായത് ഈ നാളുകാർക്ക് ഗുണം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ചെയ്തു നോക്കിക്കൂ, കൃത്യമാണ്. സേവനങ്ങൾ ചെയ്യുക, ശാരീരികമായും ചെയ്യുക, നമ്മൾ ഹെൽപ്പിങ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു കല്യാണ സ്ഥലത്ത് ചെന്നു, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ 4 നക്ഷത്രത്തിൽപ്പെട്ടവർ നിങ്ങളാണേലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങളതിനെ വിലയിരുത്തിയാൽ മതി. കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ്, ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഭദ്രകാളി കൃഷ്ണൻ. അപ്പം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ രാവിലെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇത്രയും വരി ജപിച്ചാൽ മതി. ഇതൊരു 3 തവണയോ അല്ലെങ്കിൽ 1 മിനിറ്റോ ചെയ്ത് ഒരു 6 മാസം 3 മാസം കഴിയുമ്പോൾ തന്നെ ലൈഫ് ചേഞ്ച് ആയിരിക്കും, ഒരു സംശയം വേണ്ട. രാവിലെയും വൈകിട്ടും ചെല്ലണം. അത് എഴുന്നേറ്റ ഉടനെ ചെല്ലണം. പിന്നെ വിളക്ക് കത്തിക്കുന്നതിന് മുന്നിൽ കിഴക്കോട് തിരിഞ്ഞെന്ന് ചെല്ലണം. സന്ധ്യയ്ക്ക് പടിഞ്ഞാട് തിരിഞ്ഞെന്ന് ചെല്ലണം. വൈകിട്ട് കിടക്കാൻ നേരത്ത് തെക്കോട്ട് നോക്കിയെന്ന് ചെല്ലണം. രഹസ്യവിദ്യയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓം കൃഷ്ണായ നമയും കൂടെ 3 തവണയോ 1 മിനിറ്റോ ജപിക്കണം. സർവമംഗളമംഗല്യേ ഓം കൃഷ്ണായ നമയും. ഈ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, രക്ഷപ്പെട്ടിരിക്കും ഈ 4 നക്ഷത്രക്കാർ. ഒരു സംശയം വേണ്ട അതിൻ്റെ അകത്ത്. കാരണം അത് കൃത്യമാണ്. ചൊവ്വാകർമ്മേ വ്യാഴകർമ്മേ ഇവർക്കുണ്ട്. അപ്പോൾ ഈ DNA അസ്ട്രോളജി ബേസ് ചെയ്താണ് ഇത് പറയുന്നത്, കർമാസിനെ ബേസ് ചെയ്താണ്. മറ്റേ ഇപ്പം ചൊവ്വാദശയായിട്ടൊന്നും ഇതിന് ബന്ധമില്ല, അല്ലെങ്കിൽ വ്യാഴദശയായിട്ടൊന്നും ബന്ധമില്ല. ഇത് കർമാസ് ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ചെയ്ത് നോക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കർമാസ് ന്യൂട്രലൈസ് ചെയ്യാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതൊക്കെ ഇനിയിപ്പം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഒരു വീടാണെങ്കിൽ അവർ വ്യാഴാഴ്ച അവലെ കൃഷ്ണനെ സമർപ്പിച്ചിട്ട് പറയുക. തൊഴിൽ, ഒരു സ്വന്തം ബിസിനസ്സൊക്കെ പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച അന്നദാനം ചെയ്യുക. കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുക, അല്ലാതെ അന്നദാനം ചെയ്യുക. ഇനി വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കുങ്കുമാർച്ചനയും സ്വയംവര മന്ത്രാർച്ചനയും ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. കുളി കഴിഞ്ഞ് വടക്കോട് തിരിഞ്ഞു നിന്ന് ഹൃദയത്തിൽ ഭഗവാൻ നാരായണനെ സങ്കല്പിച്ച് ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന് വാഗൊണ്ട് 3 തവണ ജപിച്ച് നിങ്ങളുടെ ഏത് കാര്യമാണോ, തൊഴിലായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, തൊഴിലഭിവൃദ്ധി, സാമ്പത്തിക നേട്ടം, എന്തുമായിക്കോട്ടെ, ആ കാര്യം നടക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യം അത് നടക്കുന്നതായിട്ട് എന്നിട്ട് സങ്കല്പിക്കുക. നടന്നാൽ എങ്ങനെ ഇരിക്കും? അതായത് വടക്കോട്ട് കുളി കഴിഞ്ഞ് തല തോർത്തിട്ട് കുളിമുറി എന്ന് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് വിഷ്ണു ഗായത്രി 3 തവണ ജപിക്കണം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നടക്കേണ്ടത് അത് ഹൃദയത്തിൽ മനസ്സ് ശ്രദ്ധിച്ച് നടന്നാൽ എങ്ങനെ ഇരിക്കും, നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇത് നിത്യേന ചെയ്യുക. ആ കാര്യം നടന്നിരിക്കും. ഇതിൽ കൂടുതലൊന്നും പറഞ്ഞു തരാനില്ല. ചെയ്തു നോക്കുക. നടക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് പറയുക. അറിയേണ്ട കാര്യങ്ങളാണ് അറിയേണ്ടത്. അല്ലാതെ ചുമ്മാ ആദ്യം ഇതൊന്നും അറിഞ്ഞാൽ ഒന്നും ജീവിതം മാറത്തില്ല. വെറുതെ ലൈഫ് വേസ്റ്റ് ആകുന്നുള്ളൂ. ഇനിയിപ്പം നമ്മളെവിടെ ഈ സമൂഹത്തിൽ പൊതുവെ കാണുന്ന ഒരു പ്രവണതയാണ്, നമ്മളെവിടെ തിരിഞ്ഞാലും ഒരു ഓണമായിക്കോട്ടെ, ഒരു ക്രിസ്മസ് ആയിക്കോട്ടെ, കാണുമ്പോഴെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്കൊന്ന് കൂടണ്ടേ, ഒന്ന് വെള്ളമടിക്കണ്ടേ, ഇതൊക്കെയാണ്. പക്ഷെ നമ്മളങ്ങനെ പോകാത്തതുകൊണ്ട് നമ്മളോട് ആരും ചോദിക്കാറില്ല. പക്ഷേ ഞാൻ പലരും ചോദിക്കുന്നത് പലരും നമ്മളെ ചുറ്റും കാണാമല്ലോ.
പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ അത് നല്ലതാണെന്ന് പറയുന്നത്, ചീത്ത തന്നെയാണ്. നമുക്കത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം ചിലർ ഈ ഒരു 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 കുട്ടി പറന്നു ഉടനെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മദ്യപിക്കുക എന്നുള്ളതാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും അല്ല, കുറച്ച് ചിലരെങ്കിലും. ഒരു കുട്ടി ഉണ്ടായാൽ, ഒരു കുട്ടി മരിച്ചാൽ, ഒരു ജോലി കിട്ടിയാൽ, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ, ഒരു വീട് വെച്ചാൽ, ഒരു വീട് വിറ്റാൽ എന്ന് വേണ്ട എല്ലാത്തിനും മദ്യപിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അത് തെറ്റായ ഒരു രീതിയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു അച്ഛൻ, അപ്പോൾ ആ വീട്ടിലെ ഇപ്പോൾ അടുത്തുള്ള വീട്ടിലെ ഒരാൾ ഒരു ക്രിസ്മസായി അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം വന്നു, ഒരാളെ അപ്പുറത്തെ വീട്ടുകാരനെ വിളിക്കുന്നു, നമുക്ക് ഇച്ചിരി വെള്ളം അടിക്കാം. അപ്പോൾ ഈ വിളിക്കുന്ന ഈ പോകുന്നവരുടെ ചിന്ത സ്നേഹം കൊണ്ടാണ്. പക്ഷേ എന്നാൽ ആ വിളിക്കുന്ന ആളുടെ മോന് ഇച്ചിരി വെള്ളം മേടിച്ച് കൊടുത്തു നോക്കി, അപ്പോഴാ മദ്യം ദോഷമാണ്. നീ എന്നാൽ എൻ്റെ മോനെ മദ്യം കുടിപ്പിച്ച് നശിപ്പിക്കുകയാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ മേടിച്ച് കൊടുക്കുമ്പം, വേറൊരാൾക്ക് മേടിച്ച് കൊടുക്കുമ്പം അത് നല്ലതാണെന്നും പറഞ്ഞാൽ മേടിച്ച് കൊടുക്കുന്നത്, സ്വന്തം മോന് ആ മറ്റൊരാൾ മേടിച്ച് കൊടുക്കുമ്പം നിങ്ങൾ എൻ്റെ മോനെ നശിപ്പിക്കുകയാണ് മദ്യം കൊടുക്കുന്നത്, അവിടെ മദ്യം മോശമാണ്. അപ്പോൾ അവർക്ക് ഇത് കൊടുക്കുന്നവർക്കും മേടിക്കുന്നവർക്കും തന്നെ അറിയാം ഇതുകൊണ്ട് നാശമേ ഉണ്ടാകത്തുള്ളത്, ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോഴത് ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് ആ ഒരു എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. സന്തോഷം കണ്ടെത്തുന്നത് ഇതിലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു 10 രൂപ കയ്യിലുണ്ട്, ഒരാൾക്കൊരു ആശുപത്രിയിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അരി മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കുക, അങ്ങനെ സന്തോഷിക്കാം. പക്ഷെ അത് പലപ്പോഴും പലരും അതല്ല സന്തോഷമെന്ന്, ഇത് മദ്യപിക്കുന്നതിൽ മാത്രമാണ് സന്തോഷമെന്നാണ് വിചാരിക്കുന്നത്. ഒരാൾക്കൊരു വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് അരി മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, ആശുപത്രി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാം, അങ്ങനെ സന്തോഷം കിട്ടും. അതാരും പലപ്പോഴും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീട്ടിലൊരു അച്ഛൻ മദ്യപിച്ച് വരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാവരും പറയുന്നു വീട്ടിൽ മദ്യം ലഹരിയാണ്, അതല്ലേ, അത് ഈ ലഹരി ആയതുകൊണ്ടാണ് അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അത് ശരീരത്തിനും ദോഷം ചെയ്യും, കരൾ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ദോഷം ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരാൾ റോഡിൽ കിടക്കുന്നു, നടു റോഡിൽ കിടക്കുന്നു, മദ്യം കഴിച്ചിട്ട്, അത് ബോധമില്ലാത്തതുകൊണ്ടാണ്, അത് ബോധം ഇല്ലാതാക്കുന്നുള്ളതുകൊണ്ടാണ് അതിനെ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബോധമില്ലാതാക്കുന്ന ഒരു കാര്യം കഴിച്ചു കഴിയുമ്പോൾ അവർ എന്തെല്ലാം രീതിയിലായിരിക്കും വീട്ടിൽ പെരുമാറുന്നത്, വീട്ടുകാരോട് നാട്ടുകാരോട് എല്ലാം പ്രശ്നമാണ്. പക്ഷെ അവരതിനെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല, അതുകൊണ്ട് അവരതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ വീട്ടിലൊരു അച്ഛൻ മദ്യപിച്ചിട്ട് വന്നു, വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നു, അപ്പോൾ അത് മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ ചിലപ്പോൾ ഈ വീട്ടിലെ അച്ഛൻ അത് മാറണമെന്നില്ല, അയാൾ ചെയ്ത വലിയ കാര്യമെന്ന് പറഞ്ഞായിരിക്കും നടക്കുന്നത്. പക്ഷേ നാളെ ഒരിക്കൽ മകൻ വീട്ടിൽ കുടിച്ചിട്ട് വരുമ്പോൾ അയാൾ പറയും മദ്യം കുടിച്ചുകൊണ്ടാണ് നീ പ്രശ്നം ഉണ്ടാക്കുക. അപ്പം മദ്യം തെറ്റാം. അച്ഛൻ കുടിക്കുമ്പോൾ അവനവൻ ചെയ്യുമ്പോൾ ശരിയാണെന്ന വിചാരം. ഇതാര് ചെയ്താലും അത് ശരിയല്ല, ജീവിതം നശിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നല്ല നല്ല കാര്യങ്ങൾ, അന്നദാനങ്ങൾ, അതുപോലെ ദാനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ അവിടെ അച്ഛനായിക്കോട്ടെ മകനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിമുക്തരായിട്ട് ഇന്ന് കുടുംബമായിട്ട് സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട്. അറിയാമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, ഇത് രണ്ടും മനസ്സിലാക്കാൻ ഉള്ള ഒരു വിവേകം ഈശ്വരൻ തരണം. ഇതിപ്പോൾ ഇത് നാൾ വെച്ചൊന്നുമല്ല പറയുന്നത്, അല്ലാതെ ഈ 4 നാളുകാരെ ബേസ് ചെയ്തുള്ള കാര്യമല്ല. ഇത് പൊതുവായിട്ട് പറഞ്ഞാൽ ഏതൊരു നാളുകാർക്കും അല്ലെങ്കിൽ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് ഈ നക്ഷത്രം വെച്ചൊന്നും പറയുന്ന കാര്യമല്ല. ഇത് പൊതുവായിട്ട് ആർക്കും, ഏത് നാളുകാർക്കും ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് തെറ്റ് പറ്റാതിരിക്കാൻ ശ്രമിക്കുക, ഒരു നല്ല കുടുംബം ഉണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല, ഒരവസരം കൂടി ഈശ്വരൻ തരണമെന്നില്ല. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അത് കളയാതിരിക്കുക, മദ്യം അതുപോലുള്ള ലഹരികളുടെ പുറകെ പോയി. നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കുക, നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ അത് കളയാതിരിക്കുക. അതിന് തീർച്ചയായിട്ടും മദ്യപാനമുള്ള ശീലങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം. കാരണം അത് നമ്മുടെ ബോധത്തെ, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ബന്ധങ്ങളെ ഒക്കെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി സാക്ഷാൽ ഈശ്വരൻ നൽകണം. അല്ലാതെ
അത് നൽകുമ്പോഴാണ് സ്വയം ഒരുപാട് ആളുകൾ ഞാൻ എൻ്റെ ഈ വീഡിയോ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിലേക്ക് മാറിയിട്ടുണ്ട്, സന്തോഷമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്, ഇതെല്ലാവർക്കും പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥനയിൽ പറയുന്നതാണ്. അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. നമ്മളൊരിക്കലും മദ്യം കുടിച്ച ഒരാളും ഒരു കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കൂ, ആരും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉറപ്പായിട്ടും രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു കാര്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി, ഒരു കൂട്ടുകെട്ടിന് വേണ്ടി നിങ്ങൾ നശിപ്പിക്കുന്ന നിങ്ങളുടെ ഒരു പവിത്രമായ കുടുംബം ഒരിക്കലും നശിപ്പിക്കരുത്. കാരണം അത് ഈശ്വരൻ തരുന്ന വരദാനമാണ്. ഒരു കുടുംബം ഇല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് ജീവിതം, ഈശ്വരൻ തന്ന ജീവിതം, ഈ ഭൂമിയെ ബോധത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുക. മക്കളെ സ്നേഹിക്കുന്നതും കുടുംബത്തെ സ്നേഹിക്കുന്നതും എല്ലാം ബോധത്തോടെ ജീവിതം അനുഭവിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. അതിനുള്ള സാഹചര്യം നിങ്ങൾക്കും ഉണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇത് പൊതുവായിട്ട് പറഞ്ഞു കേട്ടോ, ഇതിന് ഈ 4 നാളുകാരായിട്ടൊന്നും ബന്ധമില്ല. പൊതുവായിട്ട് സമൂഹത്തിൽ നമ്മൾ കാണുന്ന ചില പ്രവണതകൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിപ്പോൾ അത് എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും, പല കുടുംബങ്ങളിലും അങ്ങനെ മദ്യപാനങ്ങളൊക്കെ മാറി നല്ല സന്തോഷമായിട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത് ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഈ വീട്ടിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇപ്പോൾ ഭർത്താവ് പ്രശ്നക്കാരൻ, ഭർത്താവിനെയും കൂടെ അമ്പലത്തിൽ കൊണ്ടുപോകണം. കുടുംബക്ഷേത്രത്തിലൊക്കെ പോയാൽ പെട്ടെന്ന് മാറും. ഇനി മക്കളാണ് പ്രശ്നക്കാരെങ്കിൽ മക്കളെ കൊണ്ടുപോകണം അമ്പലത്തിൽ. ഇത് പല തവണ ആകുമ്പോൾ ഈ വ്യക്തി അറിയാതെ മാറും. കാരണം ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ മാറും. ഇതൊക്കെ ഒരു ഈശ്വരാധീനത്തിൻ്റെ കുറവാണ്. അതുണ്ടാകുമ്പോൾ ഇതൊക്കെ മാറും, ബുദ്ധി തെളിയും. എനിക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊരു ചിന്ത ഉണ്ടാവും. അങ്ങനെ മാറിയവരുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.